السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമദാനിൻ്റെ 29 ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒരു മാസം. ശവ്വാല് പറന്നു. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഈദുൽ ഫിത്തറിന്റെ മുസല്ലയിലാണ്. നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും സന്തോഷിക്കാനും ആഹ്ലാദം പ്രകടിപ്പിക്കാനും നമുക്ക് നിശ്ചയിച്ചു തന്ന ദിവസത്തിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ലിസ്സായിമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന്, നോമ്പ് പൂർത്തിയാകുമ്പോഴുള്ള സന്തോഷമാണ്. അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഇബാദത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന സന്തോഷമാണ്. ആ സന്തോഷം ദുനിയാവിൽ ഒരു നോമ്പുകാരൻ അനുഭവിക്കുന്ന സന്തോഷമാണ്. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ നോമ്പിന് അല്ലാഹു തരുന്ന കൂലി അത് നമ്മൾ കണക്കാക്കുന്നതോ നമ്മൾ നമ്മുടെ മനസ്സിൽ കുത്തിക്കുറിക്കുന്നതോ ഒന്നും അല്ല. അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ അപ്പുറത്താണ് നമ്മുടെ റബ്ബ് നമുക്ക് തരുന്ന കൂലി. ഒരു സന്തോഷം ദുനിയാവിലാണ്, രണ്ടാമത്തെ സന്തോഷം ആഖിറത്തിലാണ്. റമദാനിൽ നല്ലോണം പരിശ്രമിച്ച ആൾക്കാർക്ക്, പണിയെടുത്തവർക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്, ആഹ്ലാദിക്കാൻ കാരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോട് കൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി കൊതിച്ചുകൊണ്ട് റമദാനിൽ നോമ്പെടുത്താൽ അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നമ്മൾ സന്തോഷിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ രാത്രി നിന്ന് നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി കൊതിച്ചുകൊണ്ട് ഈമാനോട് കൂടിയാണ് അവൻ അത് നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സന്തോഷിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അൻ വജിഹിൻ നാറ 70 ഖലീഫ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ ആ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷം അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 29 ദിവസം നോമ്പെടുത്ത ഒരാൾ, അയാൾ എത്ര വലിയ സൗഭാഗ്യവാനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ സന്തോഷിക്കുക. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അവർക്ക് 10 കൂലി ഉണ്ട് എന്നാണ് പറഞ്ഞത്. 4ഉം 5ഉം 6ഉം ഖത്മുകൾ തീർത്തിട്ടാണ് എന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ കൂലി നമ്മൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് സന്തോഷിക്കേണ്ട ദിവസമാണ്, ആഹ്ലാദിക്കേണ്ട ദിവസമാണ്. റമദാനിൽ പണിയെടുത്തവർക്ക്, കഷ്ടപ്പെട്ടവർക്ക്, പരിശ്രമിച്ചവർക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. അല്ലാത്തവരെങ്ങനെയാണ് സന്തോഷിക്കുക? റമദാനിനെ നഷ്ടപ്പെടുത്തിയവർ, റമദാനിനെ പാഴാക്കി കളഞ്ഞവർ അവരെങ്ങനെയാണ് സന്തോഷിക്കുക?
അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ ഓരോ കല്ലും കെട്ടിപ്പടുത്തുയർത്തുമ്പോ പ്രാർത്ഥിച്ചു എന്നാണ്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന നമ്മൾ മറക്കാതിരിക്കുക. ഈദിന് നൽകാനുള്ള സന്ദേശം തക്ബീറിന്റെ സന്ദേശമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു ദിവസം എത്ര തവണയാണ് ആ തക്ബീറുകൾ നമ്മൾ ആവർത്തിക്കുന്നത്? ഒരു ദിവസം 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര തവണ തക്ബീർ ചൊല്ലുന്നുണ്ട്? അവനാ നിസ്കാരം ആരംഭിക്കുന്നത് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ്. ആ നിസ്കാരത്തിനിടയിൽ അവൻ ആ തക്ബീറുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിസ്കാരത്തിന് ശേഷവും അവൻ ആ തക്ബീറുകൾ ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, തക്ബീറുകൾ അത് നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു ദിക്ർ മാത്രമല്ല, അതൊരു ആദർശമാണ്, അതൊരു നിലപാടാണ്, അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. ഫിർഔനിന്റെയും കൂട്ടരുടെയും അരികിൽ നിന്ന് ഓടി ഓടി ചെങ്കടലിന്റെ മുന്നിൽ എത്തിയപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും. അല്ലാഹു അക്ബർ. ഫിർഔനിനെക്കാളും മുകളിൽ, ശത്രുക്കളെക്കാളും മുകളിൽ എനിക്കൊരു അള്ളാഹു ഉണ്ട് എന്ന തിരിച്ചറിവായിരുന്നു അത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കൂട്ടരുടെയും മുമ്പിൽ കടല് 2ആയിട്ട് പിളർന്നു മാറി. ആ കടലിനെ 2ആക്കി പിളർത്തിയവനാണ് നമ്മുടെ റബ്ബ്. അല്ലാഹു അക്ബർ. എല്ലാവർക്കും മുകളിൽ നമുക്കൊരു അള്ളാഹു ഉണ്ട്. നിങ്ങളെ കൊത്തി നുറുക്കുമെന്ന് ഫിർഔൻ ഭീഷണി മുഴക്കിയപ്പോഴും മൂസയിലും ഹാറൂനിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ ആദർശത്തിൽ നിന്ന് ഒരു അടി പോലും ഞങ്ങൾ പറകോട്ട് മാറുകയില്ല എന്ന് പ്രഖ്യാപിച്ച, സാഹിറുകൾ പ്രഖ്യാപിച്ച അല്ലാഹു അക്ബർ. അതാണ് ഈദിന് നൽകാനുള്ള സന്ദേശം. മദീനയിലേക്കുള്ള പാലായനത്തിനിടയിൽ, ഹിജ്റക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും സൗറിൽ കയറി ഒളിക്കുന്നുണ്ട്. ശത്രുക്കൾ അവരെ തേടി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ശത്രുവിന്റെ കാല് കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബേജാറായിട്ടില്ല. കാരണം അവർക്ക് മുകളിൽ ഞങ്ങൾക്കൊരു അല്ലാഹു ഉണ്ട്. പതച്ച മരുഭൂമിയിൽ ബിലാലിനെ മേൽക്കുപ്പായം പോലും ഇല്ലാതെ ശത്രുക്കൾ മലർത്തി കടത്തിയിട്ടുണ്ട്. അല്ലാഹുവിനല്ലാതെ വിളിക്കാൻ അവർ ആർത്തട്ടഹസിച്ചിട്ടുണ്ട്. അഹദ് അഹദ്, അല്ലാഹു ഏകനാണ്, ഏകനാണ് എന്നാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മന്ത്രിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് നിങ്ങളെക്കാളൊക്കെ മുകളിലുള്ളത്. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്ര പ്രഹരിച്ചാലും, നിങ്ങൾക്കൊക്കെ മുകളിൽ ഞങ്ങൾക്കൊരു റബ്ബുണ്ട് എന്ന ആ പ്രഖ്യാപനം, ആ തക്ബീറിന്റെ ആദർശത്തിന് എത്ര സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ എന്താ നമുക്ക് പേടിക്കാൻ? എന്താണ് നമുക്ക് ബേജാറ്? ഹാജർ റളിയല്ലാഹു അൻഹക്കും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കും മക്കയുടെ മരുമണ്ണിൽ സംസം ഒരുക്കി കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. ബദറിൽ മലക്കുകളെ ഇറക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും സഹായിച്ചവനാണ് നമ്മുടെ റബ്ബ്. ബനൂ ഇസ്രായേലുകാർക്ക് ആകാശത്ത് നിന്ന് മണ്ണും സെൽവയും ഇറക്കി കൊടുത്തവനാണ് അല്ലാഹു. കൂരിരുട്ടിൽ കടലിന്റെ ആഴങ്ങളിൽ നീന്തുന്ന മത്സ്യത്തിന്റെ വയറ്റിനകത്തു നിന്നുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. എല്ലുകൾ ദുർബലമായി തലമുടി നരച്ച സമയത്തും ഒരു മകനെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്തോഷ വാർത്ത അറിയിച്ചവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബാണ് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ. 4 ഭാഗത്തു നിന്നും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അറബ് രാഷ്ട്രങ്ങൾക്കുമെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടക്കോപ്പൊരുക്കുമ്പോ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെ വേട്ടയാടുമ്പോ, ആ സമയത്തും നമ്മുടെ മുന്നിലുള്ള ആശ്വാസം, സമാധാനം അല്ലാഹു അക്ബർ. അമേരിക്കക്കും ഇസ്രായേലിനും ഇറാനിനും മുന്നിൽ ഞങ്ങൾക്കൊരു അല്ലാഹു ഉണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഈദിന്റെ ദിവസം നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുക, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം 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 ഞാനിതാ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, പ്രസംഗിക്കാൻ സുഖമാണ്, അത് കേട്ടിരിക്കാൻ അതിനേക്കാളും സുഖമാണ്. പക്ഷെ നമ്മുടെ പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോ ആ ആദർശം നമ്മൾ കാണണം. അല്ലാഹു ആണ് എനിക്ക് ഏറ്റവും വലുത് എന്നത് ജീവിതം കൊണ്ട് തെളിയിക്കാനും ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇതിന് നൽകാനുള്ള സന്ദേശം കറകളഞ്ഞ തൗഹീദിന്റെ സന്ദേശമാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുജൂദുകൾ അല്ലാഹുവിന് മാത്രമാണ്. റുകൂഉകൾക്ക് അർഹതയുള്ളത് അവന് മാത്രമാണ്. പ്രാർത്ഥനകളും തേട്ടങ്ങളും അവനോട് മാത്രമേ പറ്റുകയുള്ളൂ. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്നവൻ ആ റബ്ബ് മാത്രമാണ്. ഖുർആനിലെ മനോഹരമായ അധ്യായം 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പ്രഖ്യാപിക്കുക, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻക്ക് മക്കളില്ല, അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻക്ക് തുല്യനായിട്ട് ഒരാളുമില്ല. സിയമടമ്പൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് തൗഹീദിനെതിരാണ്. എവിടെ നിന്ന് വിളിച്ചാലും വഹദി ശൈഖ വിളി കേൾക്കുമെന്ന് ഒരാൾ വാദിക്കുന്നുണ്ട് എങ്കിൽ അത് സൂറത്തുൽ ഇഖ്ലാസിന്റെ തേട്ടത്തിനെതിരാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആയത്തിനെതിരാണ്. അല്ലാഹു അല്ലാത്തവരും അദൃശ്യം അറിയുമെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് തൗഹീദിനെതിരാണ്. അത് ഈദിന്റെ സന്ദേശത്തിന് എതിരാണ്. ഈദിന് നൽകാനുള്ള സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ്. ഈദിന് നൽകാനുള്ള സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്. ഈദിന് നൽകാനുള്ള സന്ദേശം സൂറത്തുൽ ഇഖ്ലാസിന്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സമ്മാനമായി ഔദാര്യമായി നൽകിയ ഒരു മാസം കിട്ടിയിട്ട് ഒരിക്കൽ പോലും നിസ്കരിക്കാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നോമ്പ് പോലും അനുഷ്ഠിക്കാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ല. പള്ളിയിൽ ഇഅ്തികാഫിരുന്നവരാണ് നമ്മൾ. 29 ദിവസങ്ങൾ നോമ്പെടുത്തവരാണ് നമ്മൾ. രാത്രി നിസ്കാരങ്ങൾ നിർവഹിച്ചവരാണ് നമ്മൾ. ഖുർആനിന് വേണ്ടി ഉറക്കമൊഴിച്ചവരാണ് നമ്മൾ. അത് അല്ലാഹു നമ്മളോട് കാണിച്ച ഔദാര്യമാണ്. ആ കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി. ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. AK-47 വെടിയൊച്ച കേൾക്കാതെ, മിസൈലുകളുടെ ഇരമ്പലുകൾ കേൾക്കാതെ, കാതടപ്പിക്കുന്ന പൊട്ടിത്തെറികളില്ലാതെ ഈദ് മുസല്ലയിൽ ഇരിക്കാൻ, ഇഫ്താറിന്റെ മേശക്കപ്പുറവും ഇപ്പുറവും ഇരിക്കാൻ, സമാധാനത്തോടു കൂടി റുകൂഉം സുജൂദും സുദീർഘമായ നിസ്കാരങ്ങളും നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിന്റെ തീൻമേശക്ക് പുറത്ത് 3-4 വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുക. കഷ്ണം വെച്ച കുപ്പായം ധരിക്കാതെ, നരച്ച പഴയ കുപ്പായം ധരിക്കാതെ, പുതുവസ്ത്രം ധരിച്ച് ഈദ് മുസല്ലയിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഇരിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ റബ്ബിനെ സ്തുതിക്കുക. കാലിൽ നീര് വരുന്ന അത്ര നിന്ന് നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റസൂലേ, എന്തിനാണ് റസൂലേ? അഫല അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകണ്ട ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിക്കണം. 1000 കൊല്ലങ്ങൾ ഇബാദത്ത് ചെയ്താലും പകരമാകാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ മീതെ ചൊരിഞ്ഞവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക. ആത്മാർത്ഥമായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുക. പ്രിയപ്പെട്ടവരെ, ചേർത്തു പിടിക്കലാണ് ഈദ്. ചേർത്തു പിടിക്കാനാണ് ഈദ് നമ്മളോട് പറയുന്നത്. സകാത്തുൽ ഫിത്ർ കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ഈദ് മുസല്ലയിൽ ഇരിക്കുന്നത്. എന്തിനാണ് സകാത്തുൽ ഫിത്ർ? തുഹ്റതൻ ലിസ്സാഇമി വതുഅമതൻ ലിൽമസാകീൻ. അത് നോമ്പിൽ വന്ന വീഴ്ചകൾക്കുള്ള പരിഹാരമാണ്, പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ്. ഈദിന്റെ ദിവസം നമ്മുടെ ഒരു സഹോദരനും സങ്കടപ്പെടാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, പട്ടിണി അനുഭവിക്കാൻ പാടില്ല എന്ന ലക്ഷ്യമാണ് സകാത്തുൽ ഫിത്റിനുള്ളത്. ചേർത്തു പിടിക്കാനാണ് നമ്മുടെ ദീന് പറഞ്ഞിട്ടുള്ളത്. ചേർത്ത് പിടിക്കുന്നവർക്ക് വലിയ അംഗീകാരമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നു. വിശന്നിട്ട് വിശപ്പ് സഹിക്കാനാവാതെയാണ് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മമാരുടെ അരികിലേക്ക് അയാൾ പറഞ്ഞയച്ചു. അവർ കൊടുത്ത മറുപടി, പച്ചവെള്ളമല്ലാതെ ഈ വീട്ടിൽ വേറൊന്നുമില്ല. അയാൾ തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇരിക്കുന്ന അനുജന്മാരോട് ചോദിച്ചു, ഇന്ന് രാത്രി ഈ മനുഷ്യൻ ആരാണ് സ്വീകരിക്കുക?
ഒരു അൻസാരിയായ മനുഷ്യൻ ആ സഹാബിയെയും കൂട്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവൾ വാതിൽ തുറന്നു. അക്രിമി വൈഫ റസൂലില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ പെണ്ണെ നീ സൽക്കരിക്കുക. മാ ഇൻദനാ ഇല്ലാ ഖൂതു സബിയാനി, നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ വേറൊന്നും ഈ വീട്ടിലില്ല. ഞാൻ എന്താണ് അയാൾക്ക് എടുത്തു കൊടുക്കുക? നീ നിന്റെ മക്കളെ കിടത്തി ഉറക്കുക, ഭക്ഷണം ഒരുക്കി വെക്ക്, വിളക്ക് കത്തിച്ചു വെക്ക്. ആ ചെറിയ മക്കളെ അവർ കിടത്തി ഉറക്കി വിളക്ക് കത്തിച്ചു വെച്ചു. ആ അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി. വിളക്ക് നന്നാക്കാനെന്ന നിലക്ക് ആ വിളക്ക് കെടുത്തി കളഞ്ഞു. എന്നിട്ട് ഇവർ 3 പേരും ഭക്ഷണം കഴിക്കാനിരുന്നു. അതിഥി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവർ 2 പേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ ആ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലെ രാത്രി അല്ലാഹു ചിരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ അതിഥിയെ സ്വീകരിക്കുന്നത് കണ്ട് സൽക്കരിക്കുന്നത് കണ്ട് അല്ലാഹു ചിരിച്ചിരിക്കുന്നു. തന്നെക്കാളും തന്റെ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് പിടിച്ച ആ മനുഷ്യൻ അല്ലാഹു കൊടുത്ത പരിഗണനയാണ്. സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്ത് ഇറങ്ങി, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഖിയാമത്ത് നാൾ വരെ ഖുർആനിലെ ആ ആയത്ത് ഓതപ്പെടും. അത് ചേർത്ത് പിടിച്ചൊരു മനുഷ്യന് ഖുർആൻ കൊടുത്ത അംഗീകാരമാണ്. നമ്മുടെ ചുറ്റും ഒരു മുസ്ലിമായ സഹോദരൻ പോലും വേദനിക്കരുത്, വിഷമിക്കരുത് എന്നതാണ് ഈദിന്റെ സന്ദേശമെങ്കിൽ, സകാത്തുൽ ഫിത്റിന്റെ സന്ദേശമെങ്കിൽ, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മ സങ്കടപ്പെടാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലുള്ള ഉപ്പ സങ്കടപ്പെടാൻ പറ്റുമോ? കൂടപ്പറപ്പുകൾ, കണ്ടാൽ മിണ്ടാത്തവർ, സലാം പറയാത്തവർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തവർ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും ഒരുമിച്ചിരിക്കാനുമാണ് ഈദ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ട ഹംസയെ വധിച്ച വഹ്ശിക്ക് മാപ്പ് കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മറക്കരുത്. പൊന്നുമാർക്കെതിരെ ആരോപണം പറഞ്ഞു നടന്ന മിസ്തഹിന് മാപ്പ് കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മറക്കാനും പൊറുക്കാനും മനുഷ്യന്മാർക്കല്ലാതെ കഴിയുമോ? മൃഗങ്ങൾക്ക് പറ്റുമോ? അത് മനുഷ്യന്മാർക്കേ പറ്റുകയുള്ളൂ. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നിങ്ങൾ മാപ്പ് കൊടുക്കുക. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ കൊതിക്കുന്നില്ലേ? ഈദിന്റെ ദിവസവും കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്നവരുണ്ട് എങ്കിൽ, ഈദ് ആശംസകൾ പറയാനും ഒന്ന് ആലിംഗനം ചെയ്യാനും സലാം പറയാനും വിശേഷങ്ങൾ ചോദിക്കാനും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ, ഇപ്പോഴും അവരോടുള്ള വെറുപ്പും ദേഷ്യമാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എങ്കിൽ, 29 ദിവസത്തിന്റെ നോമ്പിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓതിയ ഖുർആൻ നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ രാത്രി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അസ്സലാമു അലൈക്കും എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഉരുകി തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുമിച്ചിരിക്കാൻ, ചേർത്തു പിടിക്കാൻ ഈ ഈദ് കൊണ്ട് നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ കുറച്ചാണെങ്കിലും പതിവായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇന്നലെ ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിദഹുല്ലാഹ്, ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ടെക്സ്റ്റ് ഉണ്ട്. സലാത്തുൽ വിത്രി ഹാദിഹിൽ ലൈല അവ്വലു ഇംതിഹാനിൻ ബഅദ റമദാൻ. ഇന്നലെ രാത്രിയിലെ രാത്രി നിസ്കാരം റമദാനിന് ശേഷമുള്ള ഒന്നാമത്തെ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ വിജയിച്ചിട്ടുണ്ട്? ആ പരീക്ഷയിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്? ഇന്നലെ രാത്രി നിസ്കാരം നിർവഹിച്ച ആരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഇന്നലെ രാത്രിയിലെ രാത്രി നിസ്കാരം റമദാനിന് ശേഷമുള്ള ഒന്നാമത്തെ പരീക്ഷയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കർമ്മങ്ങളിൽ നമുക്ക് തുടർച്ചയുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും വിത്ർ നമ്മൾ നിസ്കരിക്കുക. രാത്രി നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ മോചിപ്പിക്കപ്പെട്ട അടിമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മുആവിയയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ഒരു റക്അത്താണ് നിസ്കരിച്ചത്. അയാൾ വിചാരിച്ചത് ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്താണെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസാബ ഫഇന്നഹു ഫഖീഹ്. മുആവിയ ചെയ്തത് ശരിയാണ്, അദ്ദേഹം ദീനിൽ അവഗാഹമുള്ള ആളാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും ശീലമാക്കാൻ, പതിവാക്കാൻ നമുക്ക് പറ്റണം. റമദാനോട് കൂടി നമ്മുടെ നോമ്പുകൾ അവസാനിക്കാൻ പാടില്ല. മൻ സാമ റമദാന ثم اتبعه 6 من شوال كان كصيام الدهر. റമദാനിൽ നോമ്പെടുക്കുകയും ആ നോമ്പുകൾ പൂർത്തിയാക്കുകയും
ശവ്വാലിലെ 6 നോമ്പ് തുടർത്തുകയും ചെയ്താൽ വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. തിങ്കളും വ്യാഴവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താൻ. മാസത്തിലെ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്താൻ. നോമ്പ് അവസാനിക്കുന്നില്ല, രാത്രി നിസ്കാരങ്ങൾ അവസാനിക്കുന്നില്ല, ഖുർആൻ പാരായണം അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുസ്ഹഫ് കയ്യിലെടുക്കുമ്പോഴുള്ള അനുഭൂതി, ആ മുസ്ഹഫ് ഓതുമ്പോഴുള്ള ആശ്വാസം, അത് കേൾക്കുമ്പോഴുള്ള ആനന്ദം, ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇനിയും ആ ഖുർആനുമായിട്ട് ഒരു ടച്ചുമില്ലാത്ത പഴയ ജീവിതത്തിലേക്കാണ് നമ്മൾ മടങ്ങാൻ ഒരുങ്ങുന്നത് എങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ കിതാബ് തരുന്ന ആശ്വാസം, അള്ളാഹുവിന്റെ ഖുർആൻ തരുന്ന സമാധാനം, അത് നമ്മൾ കാണുന്ന ഷോർട്സുകൾക്കോ, നമ്മൾ കാണുന്ന റീലുകൾക്കോ, നമ്മൾ കാണുന്ന വെബ് സീരീസുകൾക്കോ നമുക്ക് തരാൻ പറ്റില്ല. അവക്കൊന്നും തരാൻ കഴിയാത്തത് തരാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് കഴിഞ്ഞൊരു മാസം അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഉണ്ടാക്കിയെടുത്തതൊന്നും നമ്മൾ നശിപ്പിച്ചു കളയരുത്. ഒരു മാസം പട്ടിണി സഹിച്ച്, വിശപ്പ് അനുഭവിച്ച്, ഉറക്കമൊഴിച്ച് നമ്മൾ തുന്നി ഉണ്ടാക്കിയ ഒരു കുപ്പായമുണ്ട്. അത് തഖ്വയുടെ കുപ്പായമാണ്. വലിച്ചു കീറി നശിപ്പിച്ച് കളയരുത് നമ്മൾ. ആ തഖ്വ നമ്മൾ മുറുകെ പിടിക്കുക. എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. ഒരു കെട്ടിടം നിർമ്മിച്ച് അത് പടുത്തുയർത്തി അതിന്റെ പൂർണ്ണ നിലയിൽ എത്തണമെങ്കിൽ അതിന് പിന്നിൽ എത്ര മനുഷ്യരുടെ കഷ്ടപ്പാടുണ്ട്, അധ്വാനമുണ്ട്, സമയമുണ്ട്. അത് നശിപ്പിക്കണമെങ്കിലോ, അത് തകർത്ത് പൊടിച്ചു കളയണമെങ്കിലോ അതിന് വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ ഈദിനുള്ള വിഭവം ഒരുക്കിയിട്ടാണ് നമ്മൾ ഈ മുസല്ലയിൽ ഇരിക്കുന്നത്. ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ട്. ആ ബിരിയാണി നശിപ്പിക്കണമെങ്കിൽ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞാൽ മതി. നമ്മൾ തുന്നി ഉണ്ടാക്കിയ തഖ്വയുടെ കുപ്പായം നമ്മൾ കീറി മുറുക്കരുത്. നല്ല ഉറപ്പുള്ള നിലക്ക് കയറ് പിരിച്ചുണ്ടാക്കിയിട്ട് അവസാനം അതിന്റെ ഓരോ ഇഴകളും ഊരിയെടുക്കുന്നവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ശൈത്താനോടുള്ള പോരാട്ടം നമ്മൾ കടുപ്പിക്കുക. ശൈത്താന്മാരുടെ കൂട്ടത്തിലെ മല്ലന്മാരെ അള്ളാഹു കെട്ടിയിട്ട ഒരു മാസമാണ് തീർന്നുപോയത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട ഒരു മാസമാണ് തീർന്നുപോയത്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെട്ട ഒരു മാസമാണ് തീർന്നുപോയത്. 4 ഭാഗത്തു നിന്നും തിന്മകൾ നമ്മളെ മാടി പിടിക്കുമ്പോ ശൈത്താനോട് നമ്മൾ ജിഹാദ് ചെയ്യുക, നമ്മുടെ മനസ്സിനോട് നമ്മൾ ജിഹാദ് ചെയ്യുക. അതിന് നല്ല ക്ഷമ വേണം. ആ ക്ഷമയാണ് റമദാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ക്ഷമയാണ് റമദാനിലൂടെ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളത്, പരിശീലിച്ചിട്ടുള്ളത്. ഈമാനിന്റെ മൂർച്ച നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ശൈത്താനെതിരെയുള്ള ജിഹാദ് നമ്മൾ ഘടിപ്പിക്കുക. സ്വതക്കയുടെ കാര്യം ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്വതക്ക സ്വീകരിച്ചിരുന്ന ദിവസമാണിത്. ബിലാൽ റളിയല്ലാഹു അൻഹുവും നബിയും സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്ന് അവരോട് പ്രത്യേകം സ്വതക്ക ചെയ്യാൻ പറഞ്ഞ ദിവസം കൂടിയാണ് ഇന്ന്. അല്ലാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കും.